കോഴിക്കോടേക്കാണ്. കോഴിക്കോട് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കോഴിക്കോട്ടും യോഗം ചേർന്നു. രോഗം സ്ഥിരീകരിച്ച ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. വർഷ ഗിരീഷ് വിശദാംശങ്ങളുമായി. വർഷ, എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പ്രജിൻ അനുജ രോഗം ബാധിച്ച 43-കാരൻ ഫറോക്ക് സ്വദേശിയായ 43-കാരൻ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലാണ് ചികിത്സയിലുള്ളത്. എന്തായാലും ഇപ്പോഴും ആരോഗ്യസ്ഥിതിയിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു വീണ്ടും കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചതോടുകൂടി ആരോഗ്യവകുപ്പും ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറുടെയും അതേപോലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. ഈ നിപ വൈറസിനെ നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നുള്ള കാര്യമാണ് ഈ യോഗത്തിലും എന്തായാലും ചർച്ചയായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം പാർക്കിങ്ങും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡിസ്ചാർജായി പോകുന്ന രോഗികളോട് മെയിൻ ഗേറ്റ് ഉപയോഗിച്ച് പുറത്തു കടക്കാനുള്ള നിർദ്ദേശം കൂടി സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം കൂടെ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഈ ഫറോക്ക് സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചത്. ഇനി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം വരും. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്ന ശേഷം മാത്രമായിരിക്കും ഈ സമ്പർക്ക പട്ടികയും അതോടൊപ്പം റൂട്ട് മാപ്പ്, ഉറവിടം, എത്ര പേരുടെ സാമ്പിളുകൾ ഇതിനോടൊപ്പം പരിശോധനയ്ക്ക് അയച്ചു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്തുകയുള്ളൂ. എന്തായാലും ഒരു ജാഗ്രതാ സാഹചര്യം അവിടെ ഉണ്ട്. 2018 സാഹചര്യം നമ്മൾക്ക് ഒരു നിപ ജാഗ്രതാ കാലം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.